നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന നിലവറ തുറക്കലിന് സമാനമായ സംഭവങ്ങളാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത്. വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു രഹസ്യ നിലവറയാണ് കഴിഞ്ഞ ദിവസം തുറന്നത്. 46 വർഷങ്ങൾക്ക് ശേഷമാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആ രഹസ്യ നിലവറ തുറക്കുന്നത് എന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആ രഹസ്യ നിലവറയിൽ എന്താണ് എന്ന കാര്യവും സമൂഹത്തിൽ ഏറെ ചർച്ചയായതാണ്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹങ്ങൾക്ക് ആവശ്യമായ ആഭരണങ്ങൾ, വിലയേറിയ സംശുദ്ധമായ സ്വർണത്തിൽ പണിത ആഭരണങ്ങൾ, രത്നാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇതെല്ലാം ആ രഹസ്യ നിലവറയിലുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ 46 വർഷമായി ഇത് അടഞ്ഞു കിടക്കുകയാണ്. ഭൂരിഭാഗവും ഈ നിലവറ അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ നിലവറയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ ഭാഗം ബാഹര ഭണ്ഡാരം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. അവിടെ ക്ഷേത്രത്തിലെ നിത്യോപയോഗ ആവശ്യമായ അല്ലെങ്കിൽ നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണങ്ങളും മറ്റ് പൂജാപാത്രങ്ങളും ഒക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് രഹസ്യ നിലവറയല്ല, ഇതെന്നും തുറക്കുന്ന നിലവറയാണ്. രണ്ടാമത്തെ ഭാഗത്താണ് ഈ വിലയേറിയ നിത്യവും വിഗ്രഹത്തിന് ചാർത്താത്ത ആഭരണങ്ങൾ ഉള്ളത്. ഇത്രയധികം വിലപിടിപ്പുള്ള അവിടെ വസ്തുക്കൾ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഭാരതത്തിലും അതുപോലെ തന്നെ നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ ഭരിച്ചിരുന്ന രാജവംശത്തിലെ വിവിധ രാജാക്കന്മാർ അതാത് കാലഘട്ടങ്ങളിൽ നൽകിയ സംഭാവനയായും അതുപോലെ തന്നെ വഴിപാടുകളായും നൽകിയിട്ടുള്ള വിലയേറിയ സ്വർണ്ണാഭരണങ്ങളും മറ്റ് അമൂല്യ വസ്തുക്കളുമാണ് ഈ നിധി ശേഖരത്തിലേക്ക് വന്നുകൂടിയത്. ചില രാജാക്കന്മാർ അവരുടെ സ്വത്തുക്കൾ മുഴുവനായും കൊടുത്ത ചരിത്രവുമുണ്ട്. ഈ രീതിയിലാണ് ഇത്രത്തോളം വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെ ഒരു വൻ ശേഖരം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തിയത്. ആ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഈ രഹസ്യ നിലവറ പൂർണ്ണമായും അടഞ്ഞു തന്നെയാണ് അല്ലെങ്കിൽ അടച്ചു തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. ചരിത്രത്തിൽ 1-2 തവണ ഇത് തുറന്നു പരിശോധിച്ചിട്ടുമുണ്ട്. 1805-ലും 1978-ലും നിലവറ തുറന്നു പരിശോധിച്ച് അതിനകത്തെ ആഭരണങ്ങളുടെ കണക്കെടുത്തതായി രേഖകളുണ്ട്. 1985-ൽ വീണ്ടും ഈ നിലവറ തുറന്നുവെങ്കിലും കണക്കെടുപ്പിൽ നടന്നിരുന്നില്ല. ആ നിലവറയ്ക്കകത്തെ ചില അറ്റകുറ്റപ്പണികൾക്ക് മാത്രമായിട്ടാണ് അന്ന് ആ നിലവറ തുറന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി ഈ നിലവറ തുറന്നത് 1978-ലാണ്. അങ്ങനെ നോക്കിയാൽ 46 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നിലവറ വീണ്ടും തുറന്നത്. നിലവറയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഭരണങ്ങളുണ്ടോ, അമൂല്യമായ എത്ര ആഭരണങ്ങളുണ്ട്, സ്വർണ്ണ ആഭരണങ്ങൾ എത്ര, വെള്ളി ആഭരണങ്ങൾ എത്ര എന്നത് സംബന്ധിച്ച് ചില കണക്കുകൾ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ ചില സമൂഹ മാധ്യമങ്ങളിലും മറ്റും വരുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകളൊന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നിലവറ തുറന്നു എന്നുള്ളത് ശരിയാണ്. ഈ നിലവറയ്ക്കുള്ളിലെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് നടത്തി അതിൻ്റെ മൂല്യം നിശ്ചയിക്കാനായി ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെൻ്ററി ലിസ്റ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുക അസംഭവ്യമാണ് എന്ന് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഏറ്റവും അവസാനമായി തുറന്ന 1978-ൽ ഈ നിലവറ തുറന്നപ്പോൾ കണക്കെടുപ്പിനായി 70 ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏതാണ്ട് അത്രത്തോളം ദിവസങ്ങൾ ഈ ഇത്തവണത്തെ കണക്കെടുപ്പിനും വേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്ന കണക്കുകൾ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. പലപ്പോഴും 1978-ലെ കണക്കുകളാണ് ഇപ്പോഴത്തേത് എന്ന രീതിയിൽ പുറത്ത് പ്രചരിക്കുന്നത്. എന്തായാലും വിഷസർപ്പങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന പ്രചരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ നിലവറ തുറന്നപ്പോൾ വിഷസർപ്പങ്ങളെ കണ്ടു. അതുകൊണ്ട് തന്നെ വിഷസർപ്പങ്ങളെ നേരിടാനുള്ള സന്നാഹങ്ങളടക്കം ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ നിലവറ തുറന്നിരിക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രം ഒരു വലിയ സുരക്ഷാ വലയത്തിലാണ് എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇത്തവണ വിഷസർപ്പങ്ങളുടെ സാന്നിധ്യമൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് തുടരുകയാണ്. ഇന്നലെ രാവിലെയോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ 11-അംഗ സംഘം ഈ കണക്കെടുപ്പിനായി ഈ നിലവറയ്ക്കകത്ത് കടന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ
അതുപോലെ തന്നെ നിലവറയുടെയും ഒക്കെ സംരക്ഷണാവകാശവും ഭരണാവകാശവും ഒക്കെ ഈ പുരിയിലെ ഒരു രാജസ്ഥാനത്തുള്ള ആൾ ചെയർമാനായിട്ടുള്ള ഒരു സമിതിക്കാണ്. മറ്റ് അംഗങ്ങൾ, അതായത് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റംഗങ്ങൾ, ഒരു IAS ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്തുൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം നിയന്ത്രിക്കുന്നത്. വളരെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള അമൂല്യ വസ്തുക്കളുടെ കണക്കെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിലായി 2018 ആ ശ്രമം നടന്നത്. അപ്പോൾ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം താക്കോൽ കൂട്ടം കാണാനില്ലായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം തന്നെയാക്കി മാറ്റിയിരുന്നു ഈ നിലവറയിലെ സുതാര്യമായ കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം എത്രയും വേഗം സുതാര്യമായി തന്നെ ഇതിൻ്റെ കണക്കെടുപ്പ് നടത്തണം, ഇത്തരത്തിലുള്ള അമൂല്യമായ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്, അതിനുള്ള ഒരുക്കങ്ങൾ അധികാരത്തിൽ വന്നാൽ നടത്തുമെന്നൊക്കെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ BJP വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നിരുന്നു. അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനു പിന്നാലെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ നിലവറയിൽ കണക്കെടുപ്പ് നടത്താനുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത്. ഇത് ഐതിഹാസികമായ ഒരു തീരുമാനമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കണക്കുകൾ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏറ്റവും ഒടുവിലായി 1978 ഈ നിലവറ തുറന്നപ്പോൾ ഏതാണ്ട് 150 കിലോഗ്രാം സ്വർണവും 258 കിലോഗ്രാം വെള്ളിയും ഈ കണക്കെടുപ്പിൽ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന് പുറമെയാണ് ഈ ആഭരണങ്ങളിൽ പതിപ്പിച്ചിട്ടുള്ള വജ്രങ്ങളുടെ മൂല്യവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ മൂല്യവും എല്ലാം വരുന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്താകും. പൂർണ്ണമായും ഈ സർവേയുടെ നടപടിക്രമങ്ങളെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കാനും അത് ആർക്കൈവ്സിൽ സൂക്ഷിക്കാനും ഭാവി പരിശോധനകൾക്ക് അത് ഉതകും വിധത്തിൽ സൂക്ഷിക്കാനും ഒക്കെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അമൂല്യമായ വസ്തുക്കൾ, ആഭരണ ശേഖരം അത് കണ്ടെടുത്ത ശേഷം തിരികെ നിലവറയിലേക്ക് തന്നെ സ്ഥാപിക്കുമോ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറ്റുമോ എന്നൊന്നും അറിവായിട്ടില്ല. അത്തരത്തിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും വലിയ സുരക്ഷാ വലയത്തിനുള്ളിൽ ഈ കണക്കെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.